ആരംഭിക്കാനുള്ള നടപടികൾ ആക്കി മുന്നോട്ട് ഏതാ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് പോകാം. അതായത് ചൊവ്വാഴ്ച തന്നെ സ്ഥലം ഏതാണെന്ന് അറിയാം. ഏതാ ചൊവ്വാഴ്ച തന്നെ സ്ഥലം ഏതാണ്? ആദ്യഘട്ട സ്ഥലം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകും. തർക്കമില്ല, പബ്ലിക് ഡൊമൈൻ ഉണ്ടാവും. 3 സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ കണ്ടെത്തിയ സ്ഥലങ്ങളിലേക്കൊക്കെ നിങ്ങൾ ഈ 3 സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ നടക്കാനായോ? അതോ ഞാൻ ചോദിച്ചത് വില അത് പാർട്ടി തലത്തിൽ പറയും, പാർട്ടി നേതൃത്വത്തിൽ പറയും. അത് പാർട്ടി നേതൃത്വത്തിൽ പറയും. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കണ്ടെത്തിയ ഒരു സ്ഥലം വലിയ രീതിയിൽ വന്യമൃഗശല്യമുള്ള സ്ഥലം. വന്യമൃഗശല്യത്തിന്റെ മറുപടി DC പ്രസിഡന്റ് പറഞ്ഞു. വയനാട്ടിൽ വന്യമൃഗശല്യം ഇല്ലാത്ത ഏരിയ നിങ്ങളൊന്ന് പറഞ്ഞാൽ ചോദ്യമല്ല, വന്യമൃഗശല്യമുള്ള രീതിയിൽ RJD അടക്കമുള്ളവർ പറഞ്ഞിരുന്നു. അല്ല, അപ്പൊ ആ സ്ഥലമാണ് ഫസ്റ്റ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു മിനിറ്റ്. വന്യമൃഗശല്യം ഇല്ലാത്തതായ, ഭൂമിക്ക് കുഴപ്പമില്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും ഏരിയ വയനാട്ടിലുണ്ടോ? പക്ഷെ ഇത് നിരന്തരം ഒരു മിനിറ്റ് അപ്പോ വന്യമൃഗശല്യത്തിന്റെ ഇഷ്യൂസിലേക്ക് നിങ്ങൾ മറ്റു ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഇത് ചെയ്യുന്ന ആളുകൾക്കുണ്ടല്ലോ. അവിടെ കുറെ പേര് താമസിക്കുന്നുണ്ട്, കുറെ വീടുകൾ ഇനി വരുന്നുണ്ട്, ഈ വീടുകളും വരും. ഈ വീടുകൾ അവിടെ മാത്രമായിരിക്കില്ല, മറ്റുള്ള ഇടങ്ങളിലും വീടുകൾ ഉണ്ടാകും. അതിനുള്ള എല്ലാ നടപടികളും പാർട്ടി തലത്തിൽ സ്വീകരിക്കല്ലോ. അതെല്ലാ രീതിയിലും സ്വീകരിച്ച് അതിന്റെ സ്പെഷ്യാലിറ്റി, കെയർ, കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഏത് രീതിയിലാണെന്നുള്ളത് പാർട്ടി പറയും. നാളെ ഇപ്പോ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഏതാ നിങ്ങൾക്ക് പോയി കാണാനുള്ള എല്ലാ സംവിധാനവും ഒരു ടെൻഷനും വേണ്ട. ഇതൊന്നും മറച്ചു വെക്കുന്നതല്ല. എട്ടുകാലി ആണെന്നാണ് ഏതാ LDF കൺവീനറും അതുപോലെ CPM ജില്ലാ സെക്രട്ടറി അതിനുള്ള മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ പദ്ധതി സ്ഥലത്ത് പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം. അത് എന്റേതാക്കി കോൺഗ്രസിന്റേതും UDF-ന്റേതാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. കോൺഗ്രസിന്റെ UDF-ന്റെ ആദിക്ക് മാറ്റാനല്ല ശ്രമിച്ചത്, അത് പൊതുസമൂഹത്തിൻ്റെതാണ്. ഞാൻ ഇവിടെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള MLA ആണ്. പിന്നെ 2 കാര്യമാണ് പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. അല്ല, കള്ളം പെരുമ്പറയടിച്ച് നിരവധി തവണ ആവർത്തിച്ചാൽ അത് സത്യമാണെന്ന് ജനം വിശ്വസിക്കും എന്നുള്ള മൂഢന്മാരുടെ സ്വർഗത്തിലാണ് ഇവരുള്ളത്. ഞാൻ എത്ര തവണ പോയിട്ടുണ്ട് എന്നുള്ളത് എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇന്നലെ പ്രസിദ്ധപ്പെടുത്തിയതുപോലെ അതും കൂടി പ്രസിദ്ധപ്പെടുത്തി തരാം. രാത്രി ഞാൻ അവിടെ പോയിട്ടുണ്ട്, വറക്കിടക്കുന്ന കാണാൻ. പകൽ സമയത്ത് പോയിട്ടുണ്ട്, ഒന്നിലേറെ തവണ, നിരവധി തവണ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ കലക്ടറേറ്റിലെ മീറ്റിംഗിൽ പോയിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്, അസംബ്ലിയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നേതൃത്വമുണ്ട്. മുഖ്യമന്ത്രിയെ നിരവധി തവണ കണ്ടിട്ടുണ്ട്, മന്ത്രി രാജനുമായി നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട്, കലക്ടറേറ്റിലെ മീറ്റിംഗുകൾക്ക് ഞാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ട്, പദ്ധതി സ്ഥലത്ത് നിരവധി തവണ ഞാൻ പോയിട്ടുണ്ട്. ഈ പോയ എന്നെ ഇവർ വിചാരിച്ചാൽ തടയാൻ പറ്റൂ? ഞാൻ ഇനിയും പോകും. ഞാൻ ഇതിന്റെ തറക്കല്ലിടലിൽ പോയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെ. ഇവര് പറഞ്ഞ തറക്കല്ലിടൽ കഴിഞ്ഞിട്ട് ഞാൻ അന്നാ പോയതെന്ന അല്ല, പല സമയത്ത് പോയിട്ടുണ്ട്, ഇനിയും പോവും. ഞാൻ ഇവിടുത്തെ സർക്കാരിന്റെ പ്രതിനിധിയാണ്, MLA ആണ്, ജനം തെരഞ്ഞെടുത്ത MLA ആണ്. ചൂരമല മുണ്ടകയിലെ ദുരന്ത ബാധിതർ തെരഞ്ഞെടുത്തതായ MLA ആണ് ഞാൻ. ഈ പദ്ധതി നേരെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. ഞാൻ പോകും. എന്നെ തടയാൻ ശശിക്കോ റഫീഖിനോ ഒരാൾക്കും സാധ്യമല്ല. ഞാൻ ആ ഉത്തരവാദിത്തം നിർവഹിക്കുകയും ചെയ്യും. തർക്കം വേണ്ട, തർക്കം വേണ്ട. പോകും നിരവധി. ഞാൻ അവിടെ പോകുന്നത് ഫോട്ടോ ഇട്ടിട്ടില്ല, ഞാൻ റീൽസ് ചെയ്തില്ല. പക്ഷേ ഞാൻ എല്ലാ മീറ്റിംഗിലും പോയി. ഞാൻ മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിൽ പോയത് ഞാൻ റീൽസ് ഇട്ടോ, ഫോട്ടോ ഇട്ടോ? ഇല്ലല്ലോ. ഞാൻ കലക്ടറേറ്റിൽ നിരവധി മീറ്റിംഗിൽ പങ്കെടുത്തു, ഞാൻ ഫോട്ടോ ഇട്ടോ, റീൽസ് ഇട്ടോ? ഇല്ല. അവിടെ പ്രദേശവാസികൾ ഒരു സമരം ചെയ്തു, ഒരു പ്രക്ഷോഭം നടത്തി, അവിടുത്തെ വഴിയും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. ഞാൻ അവരോട് ഉടനെ പറഞ്ഞു, നിങ്ങൾ വർക്ക് തടസ്സപ്പെടുത്തരുത്, ഞങ്ങൾ ഉടനെ വരിക. ഞാൻ ഉടനെ പോയി കലക്ടറോട് പറഞ്ഞു, ഒന്ന് സംസാരിക്കണം. കലക്ടറുടെ ചേംബറിൽ ഇരുത്തി സംസാരിച്ച് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ നേതൃത്വം കൊടുത്തു. ഇതൊക്കെ ജനപ്രതിനിധി ചെയ്തതാണ്. എന്നൊരു പച്ചക്കള്ളം പറയല്ലേ? ഇതെന്താ 100 തവണ നിങ്ങൾ കള്ളം പറഞ്ഞാല് ഇവിടെയുള്ള ജനം അങ്ങ് വിശ്വസിക്കുന്നു വിചാരിച്ചോ? കൽപ്പറ്റയിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം നടത്തി വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഞാൻ എങ്ങനെ ജീവിച്ചു, എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ഉത്തമ വിശ്വാസമുള്ളവരാണ് കൽപ്പറ്റയിലെ ജനങ്ങൾ. അവരോട് കള്ളം പറഞ്ഞ്
അടിച്ചേൽപ്പിച്ച് ജയിക്കാമെന്ന് ഒരാളും കരുതണ്ട. കണ്ടാമൃഗത്തിന്റെ തൊലിക്കെട്ടിയാണോ എനിക്ക് എന്ന് കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം എനിക്ക് എന്ത് തൊലിക്കെട്ടിയാണോ. ദുരന്തം നടന്നപ്പോ, അതിനു മുമ്പ്, അതിന് ശേഷം, ഇപ്പോ ഞാൻ എങ്ങനെ പ്രവർത്തിച്ചു, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കൽപ്പറ്റയിലെ ജനങ്ങൾക്കറിയാം. ഇനി വേറൊരു കാര്യം, സിദ്ധാരാമയ്യ 20 കോടി രൂപ നൽകിയല്ലോ. 20 കോടി ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് നൽകിയിട്ടുണ്ട്? 20 കോടി ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് 20 കോടി നൽകിയിട്ടുണ്ട്? ഇല്ല. നൽകിയത് കർണാടക മാത്രം. എന്താ അത് നൽകാനുള്ള കാരണം? രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഇടപെടലാണ്. അവർ പറഞ്ഞതനുസരിച്ച് 20 കോടി കർണാടക സർക്കാർ ഒരു ദുരന്ത മുഖത്ത് നമുക്ക് കൈമാറി. 100 വീട് ഉയരുന്നത് കർണാടക സർക്കാരും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തിയ ഇടപെടലാണ്. മറ്റൊരു കള്ളം പറഞ്ഞല്ലോ CPM-ന്റെ ജില്ലാ സെക്രട്ടറി. സൈബർ ഹാൻഡിലുകൾ മുഴുവൻ പ്രചരിപ്പിച്ചല്ലോ. ഞാന് CMDRF-ലേക്ക് പണം കൊടുത്തില്ല എന്ന്. ഞാന് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയോട് ചോദിക്കുന്നു, പ്രാഥമികമായി ഞാൻ ആ പണം കൊടുക്കുമ്പോ എന്റെ കൂടെ ഞാൻ അത് ഫേസ്ബുക്കിലിട്ടു. ആ ഫേസ്ബുക്കിലിട്ട കുറിപ്പ് നിങ്ങൾ ആലോചിക്കണം. നമുക്ക് അതിജീവിക്കാം ഒരുമയോടുകൂടി. ഇതാണ് സന്ദേശം. ഇതാണ് എന്റെ സന്ദേശം. നമുക്ക് ദുരന്തത്തിൽ രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. വീഴ്ചകൾ പറയും, അത് ചെയ്യാതിരിക്കുമ്പോ പ്രക്ഷോഭം നടത്തും. അത് പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, അത് ദുരന്തബാധിതർക്ക് വേണ്ടിയാണ്. അത് അവിടെ കഴിഞ്ഞു. അത് ചെയ്താൽ നമ്മുടെ പ്രശ്നം തീർന്നു. പക്ഷേ രാഷ്ട്രീയം നമ്മളെവിടെയും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ ഇപ്പോ ഒരു നരേഷൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ നരേഷൻ പൊളിഞ്ഞതാണ് എന്നോടുള്ള പക. എന്താ നരേഷൻ? എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ദുരന്ത ഭൂമി, അവിടെ പുനരധിവാസ ഭൂമി, അത് CPM-ന്റേതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം എല്ലാ ദിവസവും റീൽസ് ഇട്ട്. അങ്ങനെ നടക്കുമോ? കേരളത്തിലെ കോൺഗ്രസ് MLA-മാർ പണം കൊടുത്തു. അത് പ്രതിപക്ഷ നേതാവ് പറയുന്ന ഡീറ്റെയിൽസ്. ടി സിദ്ദിഖ് പണം കൊടുത്തു 50,000 രൂപ. അതിന്റെ സാക്ഷിപത്രം. പച്ചക്കള്ളം പറഞ്ഞില്ലേ ഈ കൽപ്പറ്റയിൽ? ഞാൻ പണം കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഒരു ജനപ്രതിനിധിയെ 52 വെട്ടുവെട്ടിയാണ് TP ചന്ദ്രശേഖരനെ കൊന്നത്. അതിനേക്കാൾ മോശമായി അദ്ദേഹത്തിന്റെ മുഖം വെട്ടി തകർക്കാൻ, കള്ളം പറഞ്ഞ് വെട്ടിക്കൊലപ്പെടുത്താൻ ആസൂത്രിതമായ ശ്രമമാണ്. പെരുമ്പറ കഴിച്ച് കള്ളം പറയാണ്. ഞാൻ പറഞ്ഞിരുന്നില്ല. എന്തിനാ ഈ കള്ളം പറയുന്നത്? എന്റെ അക്കൗണ്ടിൽ നിന്ന് 50,000 പോയതാ. ഈ സിവിൽ സ്റ്റേഷനിൽ പോയാൽ ആളും ചോദിച്ചാൽ കിട്ടുമല്ലോ. കേളു എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. കലക്ടർക്കാണല്ലോ ഞാൻ ചെക്ക് കൈമാറിയത്. എന്റെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോ ചെയ്ത് പോയതാണല്ലോ ഇത്. കോൺഗ്രസ് MLA-മാർ പൈസ കൊടുത്തു, ലീഗ് MLA-മാർ പൈസ കൊടുത്തു, കർണാടക സർക്കാർ 100 വീടിന്റെ പൈസ കൊടുത്തു. ഇവിടെ ഉയരുന്ന ടൗൺഷിപ്പ് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. സർക്കാർ ടൗൺഷിപ്പ്, അതിൽ പിൻബലം കൊടുത്തു ഞങ്ങൾ. അതിന്റെ ഉത്തരവാദിത്തം, അത് നന്നായി നടക്കേണ്ട ഉത്തരവാദിത്തം ഉണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കും. ഇനിയും പോകും, തർക്കം വേണ്ട. അതിനെ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്ത് പറയാമെന്ന് വിചാരിക്കണ്ട. ഒരു ആരോപണം ഞാൻ മറുപടി ചോദിക്കുകയാണ്. ഒരാളെ കൊണ്ടുവന്ന് പത്രസമ്മേളനം നടത്തി. അപ്പുറത്ത് CK ശശീന്ദ്രൻ, ഇപ്പുറത്ത് റഫീഖ്. എന്താ ചോദിച്ചേ? ആന്ധ്ര സർക്കാർ വലിയൊരു കോടി എനിക്ക് തന്നു, കോടികൾ. ഞാൻ അപ്പം മറുപടി ചോദിച്ചു, തെളിവ് ഹാജരാക്കാൻ. ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാന്ന് പറഞ്ഞു. ചോദ്യം ചോദിച്ചങ്ങ് പോവുകയാണ്. പിന്നെ മറുപടി ഇല്ല. തെലങ്കാന ചോദ്യം ചോദിച്ചു പോവുകയാണ്. പിന്നെ മറുപടി ഇല്ല. ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു. CPM ജില്ലാ സെക്രട്ടറിയും LDF കൺവീനറും ഒരുമിച്ചിരുത്തി നടത്തിയ പത്രസമ്മേളനം. തെലങ്കാന സർക്കാർ എനിക്ക് കോടികൾ തന്നു തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ്. 2, ഞാൻ CMDRF-ലേക്ക് പണം കൊടുത്തില്ല, പച്ച നുണ പറഞ്ഞു. ഞാൻ എൽസ്റ്റൺ എസ്റ്റേറ്റിലേക്ക് പോയില്ല എന്ന് പറഞ്ഞ് പച്ച നുണ പറഞ്ഞു. ഒരാളെ തകർക്കാൻ ആസൂത്രിതമായി നുണകളുടെ പെരുമ്പറ മുഴക്കുകയാണ്. പച്ച നുണ. എന്നിട്ട് എന്നെ മൂലക്കിരുത്താം. ഇതാണ് ധാരണ. ആ ഏർപ്പാട് കൽപ്പറ്റയിലെ വറവ് ചട്ടിയിൽ വേവില്ല. കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് എന്നെ ബോധ്യമുണ്ട്, എനിക്ക് അവരിൽ വിശ്വാസമുണ്ട്. അത് തകർക്കാനുള്ള ഈ ശ്രമം
രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടണം. അല്ലാതെ വളഞ്ഞ വഴികളിലൂടെ കള്ളം പറഞ്ഞ് ആളെ തകർക്കാനുള്ള ഗൂഢാലോചനയല്ല വേണ്ടത്. ആസൂത്രിതമായ പൊളിറ്റിക്കൽ കോൺസ്പിറസിയാണ്. ഞാൻ രണ്ട് കാര്യത്തിൽ നിയമ നടപടി ആലോചിക്കുക. രണ്ട് കാര്യത്തിൽ, തെലങ്കാന സർക്കാരിന്റെ കാര്യത്തിലും ഞാൻ CMDRF-ലേക്ക് ഫണ്ട് കൊടുത്തില്ല എന്ന കാര്യത്തിലും നിയമ നടപടി ആലോചിക്കുന്നു. ആർക്കെതിരെ നിയമ നടപടി ഉദ്ദേശിക്കുന്നത്? ആദ്യം നേതൃത്വം കൊടുത്ത ആളുകൾക്കെതിരെ. CPM നേതാക്കന്മാരുണ്ടല്ലോ. CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി പൈസ കൊടുത്തിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി പറയട്ടെ. പ്രിയങ്ക ഗാന്ധി MP, വയനാട്ടിന്റെ MP എന്ന നിലയിൽ പൈസ കൊടുത്തില്ല, ഒരു രൂപ പോലും കൊടുത്തില്ല എന്നുള്ള ആരോപണമാണ്. അതിന് മറുപടി MLA പറഞ്ഞില്ല. ഒന്ന്, അതുപോലെ തന്നെ MLA പൈസ കൊടുത്തിട്ടുണ്ടോ എന്നത് വ്യക്തമാക്കണമെന്ന് പറഞ്ഞില്ല. ഞാൻ കേൾപ്പിച്ചരാ. ഇല്ല, ഞാൻ കേൾപ്പിച്ചരാ. അത് കേൾപ്പിക്കുന്നതിന് മുമ്പ് ഇന്നിപ്പോ സമൂഹ മാധ്യമങ്ങളിൽ വന്നേക്കുന്നത് ഇന്നലെ MLA വ്യാജ വീഡിയോയാണ് കൃത്രിമമായി ഉണ്ടാക്കിയാണ്. അതായത് ഒരു ചാനലിന്റെ ചർച്ചയിൽ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് നമ്മളെല്ലാവരും കണ്ടതാണ്. അന്ന് പറഞ്ഞത് പ്രിയങ്ക ഗാന്ധി